നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ വസന്ത്. ഞാൻ പഠിച്ചതും വളർന്നതുമൊക്കെ ബോംബെയിലാണ്. അതിനുശേഷം 2019 ഞാൻ നാട്ടിലെത്തി. ഇവിടെ അമൃതപുരി ക്യാമ്പസ് കൊല്ലത്താണ് എൻ്റെ ഡിഗ്രിയും PGയും ഒക്കെ ചെയ്തത്. അതിനുശേഷം കായംകുളത്തുള്ള ജമീല കോളേജിൽ BEdും കഴിഞ്ഞു. യാദൃശ്ചികമായിട്ടാണ് ഞാൻ കേറ്ററ്റിനെ കുറിച്ച് അറിയുന്നതും എൻട്രി ആപ്പിനെ കുറിച്ച് അറിയുന്നതും എല്ലാം. അടുത്തിടെയാണ് എനിക്ക് കേറ്ററ്റ് വിജയകരമായിട്ട് പാസ്സാവാൻ സാധിച്ചത്. എൻട്രി ആപ്പിനോട് അതിൽ ഒരുപാട് കടപ്പാടുണ്ട്. എൻട്രി ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും 24/7 ആക്സസിബിൾ ആണ്. ഇതിനൊരു പ്രത്യേക ടൈം ഫ്രെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്ത് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, മോഡിഫൈഡ് ആയിട്ടുള്ള PYQs ഉണ്ട്, മോക്ക് ക്ലാസ്സസ് ഉണ്ട്. നമ്മളുടെ ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ പുറകോട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്നുള്ളൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ യാസിം സർ, റിയാസ് സർ, ബെറ്റി ടീച്ചർ തുടങ്ങിയ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഗൈഡൻസും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പം അതെല്ലാം ഉപയോഗപ്പെടുത്തി നല്ലൊരു രീതിയിൽ ചിട്ടയോടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാം. എൻ്റെ എല്ലാ പ്രയാണങ്ങളിലും എന്നെ പിന്തുണച്ചിട്ടുള്ള എൻ്റെ പാരൻസ്, അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ അതിനെല്ലാം ഉപരി എൻ്റെ ഹസ്ബൻഡ് അനന്തകൃഷ്ണൻ, പുള്ളിക്കാരൻ ഒരു IT പ്രൊഫഷണലാണ്. അപ്പോൾ എല്ലാ തിരക്കുകളുടെ ഇടയിലും എൻ്റെ പഠിത്തത്തിനും എൻ്റെ പ്രിപ്പറേഷനും വേണ്ടിയിട്ട് എൻ്റെ ഒപ്പം നിന്ന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ആത്മവിശ്വാസം എൻ്റെ ഉള്ളിൽ നിറച്ച് 10 ദിവസത്തിൻ്റെ ഇടയിലാണ് ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തതും അത് അറ്റംപ്റ്റ് ചെയ്തതും. എളുപ്പമായിരുന്നില്ല, പക്ഷേ ഒരു ദൃഢനിശ്ചയം ഉള്ളത് കൊണ്ടും BEd കഴിഞ്ഞിട്ട് തന്നെ ഉടനടി എഴുതിയെടുക്കണമെന്നുള്ള ഒരു ആർജവം ഉള്ളത് കൊണ്ടും അതിന് സാധിച്ചു. ടീച്ചറാകാനുള്ള ആഗ്രഹം കൊച്ചിലേ തൊട്ടേ ഉണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം എൻ്റെ അമ്മയും അമ്മുമ്മയൊക്കെ തന്നെയാണ്. അവർ രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു. അപ്പം വീട്ടിലൊക്കെ വരുമ്പം ഓരോ സ്റ്റുഡൻസ് അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതും അവരോട് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ അവരുടെ ആ ഒരു നോബൽ പ്രൊഫഷനോട് തോന്നിയ ഒരു അട്രാക്ഷൻ അതാണ് ഇതിനോട്ട് തന്നെ നയിച്ചത്. അതുമാത്രമല്ല, ഹൈസ്കൂൾ സമയത്ത് എൻ്റെ ഏറ്റവും വലിയൊരു ഫ്യൂവലായിരുന്ന ദീപ ടീച്ചർ, അതൊരിക്കലും ഞാൻ ആ പേര് മെൻഷൻ ചെയ്യാതിരിക്കാൻ പാടില്ല. ദീപ ടീച്ചറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്യൂവൽ തന്നിട്ടുള്ളത് ഈ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ നല്ലൊരു ടീച്ചറാകാനുള്ള മാതൃകയാകാനും. കേറ്ററ്റ് പ്രിപ്പറേഷൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പെഡഗോജിയാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പം ആൻസേഴ്സ് വരുന്നത്. ആൻഡ് ബാക്കി ഇംഗ്ലീഷ് ഗ്രാമറും അതുപോലെ തന്നെ ലിറ്ററേച്ചർ നമ്മളുടെ ഫീൽഡ് ആയതുകൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടാൻ സാധ്യത ഉണ്ടായിട്ടില്ല. BEdോ TTCയോ നിലവിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇപ്പം നിങ്ങൾക്ക് കിട്ടിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ തലയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യാം. കാരണം ഇതിനകത്ത് നമ്മൾ പഠിക്കാത്തതായിട്ടൊന്നുമില്ല, എല്ലാം നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സും. ഇതിനകത്ത് വ്യത്യസ്തം എന്ന് പറയുന്നത് പെഡഗോജിയിലെ ചില ഏരിയാസ് ആയിരിക്കും. അത് നമ്മൾ പ്രാക്ടീസിലൂടെയും PYQs സോൾവ് ചെയ്യുന്നതിലൂടെയും ഓവർകം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ലൊരു അക്കാഡമി തിരഞ്ഞെടുക്കാനാണ് നിങ്ങൾ ആദ്യം ശ്രമിക്കേണ്ടത്. എൻ്റെ അനുഭവം വെച്ച് എൻട്രി ആപ്പ് എനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. സോ ഐ വുഡ് സജസ്റ്റ് എൻട്രി അക്കാഡമി ആസ് ദ ബെസ്റ്റ് കരിയർ ഗൈഡൻസ് ഓപ്ഷൻ. എൻട്രി ആപ്പിനോട് ഒന്നുകൂടെ നന്നായിട്ട് കടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു സ്ഥാപനത്തിന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് വിജയത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായിട്ട് തുടരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.